അവധി വളവിൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ കൂടെ മഴ പൊടിച്ചു തുടങ്ങി. അതോടെ പണി കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാനോ പറയണം. മഴക്കോള് നല്ല മഴക്കോളുണ്ട് കേട്ടോ. റെയിൻകോട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കയ്യിൽ ഈ ഫോൺ ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പോണത്. ഇത് ഏത് കാട്ടിലടേ? സമയം ഇപ്പം 5 മണി 5:30 ആവാറായിട്ടുണ്ട്. അയ്യോ, മഴയും പൊടിഞ്ഞു തുടങ്ങി. ഞാനിപ്പോൾ ഈ എടുത്ത ഡിസിഷൻ മണ്ടത്തരമാണോ എന്നൊരു ഡൗട്ട് കേട്ടോ. മഴ പൊടിഞ്ഞു തുടങ്ങിയല്ലോ. റെയിൻകോട്ട് ഇടേണ്ടി വരും. മഴ പൊടിഞ്ഞു. ഇത് റോഡ് കണ്ടിട്ട് വശപ്പശകം തോന്നുന്നല്ലോ. ഇവിടെ നിർത്തി റെയിൻകോട്ടും കൂടെ ഇട്ടിട്ട് പോവാം. ഇതിപ്പം മല സൈഡായതുകൊണ്ട് എടുത്ത ഡിസിഷൻ മണ്ടത്തരമാവുമെന്നൊരു ഡൗട്ട് കേട്ടോ. മഴ വരണം. ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ട് കാണാം. പണി 8ൻ്റെ പണി കിട്ടി കേട്ടോ. മഴ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഷൂസും കൂടെയാണ് ഇട്ടേക്കണത്. പണി കിട്ടാതിരുന്ന ഭാഗ്യം. ഇനി മാപ്പ് നോക്കാൻ പറ്റൂല. ഈശ്വര, അത് പണിയായി. ഒറ്റപ്പെട്ട കേട്ടോ. റൈറ്റ്, എന്തൊരു റൈറ്റ്. മാപ്പ് എന്നോട് പറഞ്ഞ റൈറ്റിലോട്ട് പോവാം. ഇവിടെ ഈ റൈറ്റ് കല്ലറ. ഈശ്വര, മോശം. മാടങ്കാവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മാടങ്കാവ് മഴ നല്ല എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ക്യാമറയുടെ അകത്ത് ഫോഗ് വരാൻ ചാൻസ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകാനാ പറയണത്. മാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഏതൊരു റോഡും കൊള്ളില്ല. മാപ്പിനെ വെറുതെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെ ഏതൊരു
കാട്ടിക്കൊണ്ട് ഇറക്കും. റോഡ് നല്ല വീതി കുറവാണ്, അതുകൊണ്ട് വലിയ സ്പീഡ് എടുക്കാനൊന്നും പറ്റില്ല. കൂടാതെ മഴയും കൂടെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല ചറുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 7 കിലോമീറ്റർ കൂടെ ഉള്ളു. ക്യാമറയിൽ ഫോഗ് കയറിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതുവഴി കൂടെ തിരിച്ചു വരാൻ കുറച്ച് പാടാണ് കേട്ടോ. പന്നി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ വന്നത് വണ്ണത്തരായോ വസ്തു. അവശോചനാണ് കേട്ടോ. മൊത്തത്തിൽ 40 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വൈകുന്നേരം എടുത്ത് ചാടി ഇറങ്ങിയത്, പോയി കണ്ടിട്ട് വരാം. പക്ഷെ നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. കാട് സ്ഥലം തന്നെ, അതുകൊണ്ട് നല്ല ഫീലുണ്ട്. ഒരു ഗ്യാസ് കുറ്റി അവിടെ ഇരിക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞതാ കാണാം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എന്നാ പറയണം. മോശമായിക്കൊണ്ടിരിക്കണം കേട്ടോ, അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ. ഇവിടെ നിന്ന് റൈറ്റാ. എന്തൊരു റോഡ്, ഈശ്വര പണി കിട്ടി അടങ്ങി. ഇത് റോഡ് തന്നെ അടങ്ങി. അയ്യോ, പണി കിട്ടിയെന്ന് തോന്നണം കേട്ടോ. ഇവിടെ നിന്ന് യു ടേൺ അടിക്കാൻ പാടാണ്, റോഡില്ല. ഈ ഗൂഗിൾ മാപ്പിനെ അധികം വിശ്വസിക്കാൻ പാടില്ല. എന്നാലും വേറെ വഴിയില്ല, എനിക്ക് വേറൊരു വഴിയില്ലല്ലോ പോവാൻ. എൻ്റെ അമ്മോ, ഇവിടെ ഉൾക്കാണോ? എൻ്റെ അമ്മോ, ആന വല്ലതും ഉണ്ടോ? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെന്ന് വിശ്വസിക്കുന്നത്. ഈശ്വര, രാത്രി ഇതുവഴി കൂടെ തിരിച്ചു വരാൻ കുറച്ച് പാടാണല്ലോ. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, പ്രൈവറ്റ് റോഡല്ല. അപ്പം അമ്മോ, കട്ട വനോടെ ഈ രാത്രി ഇതുവഴി കൂടെ വരാൻ കുറച്ച് പാടാണല്ലോ. ഇല്ല, രാത്രി ഇതുവഴി വരാൻ പറ്റൂല കേട്ടോ. രാത്രി കറങ്ങേണ്ടി വരും മിക്കവാറും. ഹൊറർ വൈബടെ ഇവിടെ. വല്ല ആന എന്തെങ്കിലും ചാടിത്തന്നാ തീർന്നു. എന്തായാലും രാത്രി ഇതുവഴി വരാൻ പറ്റില്ല, കാട്ടുപന്നി ഇറങ്ങും.
ഇത് മണ്ടത്തരായോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അമ്മ റോഡ് കൊള്ളൂലല്ലോ. നല്ല റോഡ് തന്നെ ഇവിടെ നിന്ന്. ഞാൻ വെച്ച സുമതി വിളവിൻ്റെ അങ്ങോട്ട് പോണേ. ഓ വ്യൂ പോയിന്റ്. ഷെഡ് കാണും. അവിടെ നിന്ന് നേരെ കിടത്തോട്ട് അവിടെ നിന്ന് വലത്തോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോഴത്തെ ആറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തെ പാലമുണ്ട്. പാലം കയറി നേരെ കടപ്പുറ. ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഫോട്ടോ എടുക്കും. അവിടെ പൂന്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതേ വരച്ചത്. റോഡ് മോശമാണ് കേട്ടോ. രാത്രി എന്തായാലും ഇതുവഴി കൂടെ വരാൻ പറ്റില്ല. കറങ്ങേണ്ടി വരും മിക്കവാറും. വൃത്തിയായിട്ടോ റോഡ് കേട്ടോ ഇത്. എന്തായാലും മണ്ടത്തരായി ഈ ടൈമിൽ ഇറങ്ങിയത്. പക്ഷെ നല്ല വൈബുണ്ട്. ഈശ്വര, ഇത് കട്ട വനമോടെ. ഓ ഇവിടെ ഇതിപ്പോൾ എൻഡിൽ ചെന്നിട്ട് വല്ല പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞ റോഡ് വല്ല ഉണ്ടെങ്കിൽ മൂഞ്ച് മിക്കവാറും തിരിക്കേണ്ടി വരും കേട്ടോ. സമയം 6 മണി ആകാറുമായി. ഇരുട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും, 8ൻ്റെ പണി. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരണത്. അമ്മ ഇവിടെ ഒരു കാറിൽ കുറേ ആൾക്കാർ. പക്ഷെ ഇത് മണ്ടത്തരായിപ്പോടെ ഇത് റോഡ് കൊള്ളൂല. അത് രാത്രി ഇതുവഴി കാരണം കാര്യം കുറച്ച് പാടാണ്. പല കടുവല്ല ഈ ചാടി തന്നാൽ തീർന്നു. റോഡ് ഒട്ടും കൊള്ളൂല കേട്ടോ. മിക്കവാറും ഞാൻ തിരിച്ച് വേറെ ഏതെങ്കിലും ചുറ്റി കറങ്ങി വരാം, വേറെ വഴിയില്ല. ഇപ്പോൾ ഭയങ്കര സീൻ ഈ റോഡ്. എന്തായാലും സീന് കേട്ടോ. അവിടെ കട്ട കാടായി. വനം നമ്മൾ വനത്തിൻ്റെ നടുക്കൂടെയാണ് പോണത്. ഓ സീന്. രാത്രി ഇതുവഴി വന്നാൽ മുള്ളിപ്പോവും. സത്യം പറയാം, ഞാൻ ഒരു തവണ എന്തൊരു കടുവക്കുഴിയിൽ പോയിട്ടുണ്ട് ഒരു തവണ രാത്രി വഴി വെച്ച്. എൻ്റെ അമ്മോ, ഞാനാണെങ്കിൽ ചെന്ന് കയറിയത് ഒരു ആരുടെ പറമ്പിൽ. അന്നേരം എൻ്റെ കയ്യിൽ ഫോഗ് ലൈറ്റ് പോലും ഇല്ലായിരുന്നു. ഇതിൻ്റെ ലൈറ്റാണെങ്കിൽ ഭയങ്കര മോശമാണ്. പെട്ടുപോയി ഞാൻ. ഏതോ ഒരു തന്നെ പറമ്പിൽ ചെന്ന് കയറി കൊടുത്തു. പിന്നെ അവസാനം കറങ്ങി നല്ല ദൂരം താണ്ടിയാണ് പോയത്. എന്തായാലും 100% ഞാൻ ഉറപ്പിച്ചു തിരിച്ചു വരുമ്പോൾ ഇതുവഴി വരുമല്ല. ഇത് വനമാണ്. ഓ സീന് കേട്ടോളൂ ഇത്. ശരാ ടയറൊന്നും പഞ്ചറാവല്. ഇത് ഒരുമായി പൊട്ടുന്ന പോലത്തെ ഒരു ഫീല്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് മണ്ടത്തരമാണ് കേട്ടോ. നമുക്ക് തിരിച്ച് ഇറങ്ങാം, വേറെ വഴിയില്ല. ഇതിപ്പോൾ ഭയങ്കര സീന് സ്ഥലം. ഓ പക്ഷെ ലുക്ക് കേട്ടോ ഒരു രക്ഷയില്ല. നാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയൊരു വൻ സുഖമാണ്. പക്ഷെ വല്ലതും പെട്ടുപോയാൽ തീർന്നു. മിക്കവാറും ഞാൻ ഇത് കാണും കേട്ടോ. ഇത് റിസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഴയും കൂടെ പെയ്തതുകൊണ്ട് റോഡ് ഒരുമാതിരി മണ്ടത്തരായി പോയി. എന്തെങ്കിലും ചാടിത്തന്നാൽ വളയ്ക്കാൻ പോലും പാടാണ് ഇവിടെ. ഇവിടെ പെട്ടു പോകാതിരുന്നാൽ ഭാഗ്യം. സിഗ്നലൊക്കെ ഉണ്ടോ, അതുകൊണ്ട് രക്ഷ. സൂര്യൻ താന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് റിസ്ക് ആണ് കേട്ടോ. പക്ഷെ ഞാൻ കാണിച്ച വലിയ മണ്ടത്തരായി പോയി. വേറെ വഴിയില്ല, വേറെ പാങ്ങോട് വഴി കറങ്ങണം. കുറെ നേരത്തിന് ശേഷം ഒരു മനുഷ്യനെ കണ്ടു. ഇവിടെ വീടൊക്കെ ഉണ്ടോടാ ഈ. അമ്പോ റോഡ് നോക്കാൻ പറ്റി. പൂണ്ടാതിരുന്ന ഭാഗ്യം. കാരണം സീന് കേട്ടോളൂ ഈ റോഡ്. ഞാൻ
പക്ഷെ ഇത് പണിയാണല്ലോ. വളരെ എളുപ്പത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. 4.1 കിലോമീറ്റർ ഉണ്ട്. തിരിച്ച് റൈറ്റാ, ഇതാണ് അപ്പുറത്തെ റൈറ്റ്. എൻ്റെ അമ്മോ, സീനൊട്ടാടെ ഇവിടെ ഭയങ്കര കാട്. ഇവിടെ ഈ റോഡ് നമുക്ക് ഇതുവഴി കൂടെ പോയാൽ ഉണ്ട്. ഇതിപ്പം ഈ മാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. 8ൻ്റെ പണി തരും നമുക്ക്. ഇപ്പം അതുവഴി ഇത് എവിടെ കാണിക്കണം പണിയാണല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന കട്ട വനത്തിൻ്റെ നടുക്കാണ് കേട്ടോ. എടാ പണിയൊന്നും ആവല്ലേ. സോ നിങ്ങൾ മാക്സിമം ഇതുവഴി വഴിയൊന്നും വരാതിരിക്കാൻ നോക്കുക. അവൻ വൈബോ ഉള്ള റോഡ് വേണമെങ്കിൽ ഇതുവഴി വന്നോ. പക്ഷേ സീനാണ്. ഓ എനിക്ക് വലിയ പള്ളി കട്ട കാറാ. വനമെന്ന് വെച്ചാൽ വനം, വനത്തിന് നടുക്ക്. ഇവിടെ പെട്ടെന്ന് സീന് സ്ഥലം വിടാം. വണ്ടി ഒന്നും പറ്റാതിരുന്നാൽ ഭാഗ്യം. കാരണം നടന്നൊക്കെ ഇവിടെ റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. കാട്ട് ഏരിയ. ഓ എനിക്ക് പേടിയാണ് കേട്ടോ. ഏത് വഴിയുടെ ഇത്? ഇതിനകത്ത് മാപ്പിൽ 2 വഴി കാണിക്കുന്നില്ലല്ലോ. ഇതുവഴി പോയി നോക്കാം. ആ ഇവിടെ കോൺക്രീറ്റ് ഇട്ട റോഡുണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ രാത്രിയൊക്കെ ഇതുവഴി കൂടെ പോകുമ്പോൾ പേടിച്ച് പോകും. ലൈറ്റ് പോലും കാണുന്നില്ല രാത്രി. വണ്ടി വല്ല ഓഫായി പോകണമെങ്കില്ല തീർന്നു. റബ്ബറിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് അവിടെ. സ്ഥലം ഭയങ്കര സീന് കേട്ടോ. ഇത് ഇനി 3.7 കിലോമീറ്റർ ഉണ്ട്. തിരിച്ച് പോകുമ്പോൾ ഞാൻ ഏത് വഴി പോകുമെന്നാണ് ഞാൻ ആലോചിക്കണം. കറങ്ങിപ്പോ സ്ഥലം ഇല്ലെങ്കിൽ തീർന്നു. ഇതുവഴി എന്തായാലും എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. ഓരോ വളം എൻ്റെ അമ്മോ തീർന്നറിയും. പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് മറ്റേ പുത്തൻ ഇറക്കമായിരിക്കും. മല സൈഡൊക്കെ വരുമ്പോൾ ഉള്ളൊരു പേടിയെന്ന് വെച്ചാൽ പുത്തൻ ഇറക്കവും കയറിയുമാണ്. ചിലപ്പോൾ വണ്ടി ഉളയ്ക്കാൻ പോലും പറ്റില്ല. അതൊക്കെ എന്തോ സർക്കാരിൻ്റെ എന്തോ സാധനമൊക്കെ ഉണ്ട്. ഈശ്വര, മിക്കവാറും ഞാൻ പെട്ടെന്ന് സ്ഥലം വിടാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ താമസിക്കണ ആൾക്ക്. ഈശ്വര, ഇത് സീനാണല്ലോ. ഇതെന്തൊരു റോഡ്? തിരിക്കേണ്ടി വരോടാ ഇത്. എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം. അപ്പോൾ സത്യമായിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ. തിരിച്ചു പോയാലോ? പക്ഷെ കാണിക്കാം മണ്ടത്തരം നോക്കിയാണ്. ഇനി 3 കിലോമീറ്റർ ഉണ്ട്. ഓ മണ്ടത്തരായിപ്പോയി. ഈശ്വര, എൻ്റെ ഭഗവാനെ. അയ്യോ, അതുവഴി ബ്ലോക്ക് വേണമല്ലോ. പണി കിട്ടി കേട്ടോ. നമുക്ക് തിരിക്കാം, വേറെ വഴിയില്ല. സുമതിയോളത് തേങ്ങ അവിടെയൊക്കെ ഒടിഞ്ഞു കിടക്കണം. വല്ല ഓടി വന്നാൽ തീർന്നു. ഞാൻ പോണു, എനിക്ക് വയ്യ. രാത്രി ആവാറുമായി. എന്തോ കുറേ വൈബ് ഫീലടിക്കണം, വെറുതെ അല്ല. ഇനിയിപ്പോൾ ഇതുവഴിയാണോ എന്താ പോയേണ്ട?
ഇതുവഴി കൂടെ നല്ല കാടാണ്. ഇതിപ്പോൾ ഒടിഞ്ഞു വീണേ അവിടെ. നമുക്ക് തിരിച്ചു പോകാം. ഇനി ഇരുട്ടും മുമ്പ് തിരിച്ചു പോകണം. എൻ്റെ അമ്മ അഞ്ഞാറാം മുതൽ ഇവിടെ തിരിച്ചു പോകാൻ പാടാണ്. പാലോട് വഴി അത് പാലോട് വഴിയൊക്കെ പോയി. ഇത് ഇവിടെ നിർത്താൻ പോലും പാടില്ല. ഓഫ്രോയിൽ ചാർജും കുറവാണല്ലോ. ശിവനെ പെട്ടുപോയോ. ഇതുവഴി പോയി നോക്കിയല്ലോ. വന്നിട്ട് നമുക്ക് പാലോട് വഴി അങ്ങ് കറങ്ങിപ്പോവാം. നല്ല റോഡല്ലേ. ഇപ്പോൾ ഇത് സീനാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് പണി കിട്ടിയടാ, പണി കിട്ടി. ഇതല്ല വഴി. പണി കിട്ടി. ഈശ്വര പെട്ട്. അവിടെ തിരിക്കാം, വേറെ വഴിയില്ല. ഇതുവഴി കൂടെ പോകാൻ പറയണം. എനിക്ക് വയ്യ. ചുമതിയോടായി കഴിഞ്ഞ് വേറെ ഒരു ദിവസം നല്ല വഴി കൂടെ പോവാം. ഇത് ഞാൻ പെട്ടുപോയി. ഈശ്വര ഇനി അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന്, അരമണിക്കൂറല്ല, നമുക്കിനി അരമണിക്കൂറിനുള്ളിൽ ഈ കാട് കഴിഞ്ഞില്ലെങ്കിൽ ഇരുട്ടത്ത് പെട്ടുപോകും. എനിക്കെന്തോ ഇലയിൽ ഇങ്ങനെ പതുങ്ങണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് നിർത്തിയാണെന്നോട്ട് ഇപ്പം പെട്ടുപോയി ഞാൻ. അതുവഴി കൂടെ ഒരു മരം ഒടിഞ്ഞ് വീഴയും കൂടെ കിടക്കണം. അതുകൊണ്ട് അതുവഴി കൂടെ പോകാൻ പറ്റില്ല. യാതൊരു കാരണവശാലും നിങ്ങൾ ആരും ഇതുവഴി കൂടെ വരാതിരിക്കാൻ നോക്കുക. മാക്സിമം ഏത് വഴിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ചിലവരൊക്കെ ഇതുവഴി കൂടെ വരാൻ നോക്കും. കാരണം അങ്ങനത്തെ വൈബുള്ള സ്ഥലമാണ്. വൈബെന്ന് വെച്ചാൽ ഡെഡ്ലി വൈബ്. മരണം വരെ സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലും ചാടി വന്നാൽ തീർന്നു. വളയ്ക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ. ഈശ്വര മഴ പെയ്യോ, ഇവിടെ സീനാണ് കേട്ടോ. മഴക്കോളം അടിച്ച് കയറി വരുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് വീടെത്തിയാൽ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പണിയാണ്. മറ്റങ്ങേര് ഏതോ ഒരു വഴി പറഞ്ഞായിരുന്നല്ലോ. വേണ്ട, ഇതിപ്പം എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം. ഇവിടെ നിന്നാൽ ശരിയല്ല. ഒരു സ്ഥലമാണോ? ഓക്കെ, ഞാൻ കഴക്കൂടത്തേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഗോപ്രോയുടെ ക്യാമറയുടെ ചാർജ് തീരാറായി. സോ നിങ്ങൾ മിക്കവാറും ഞാൻ മറ്റേ ഗോപ്രോയുടെ ഇതും എടുത്തിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും ക്യാമറ ഓഫ് ആവാറായി കേട്ടോ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ പറ്റുമെങ്കിൽ തിരിച്ച് എത്തിയിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ തീർന്നു. എക്കോ റെസ്റ്റോറേഷൻ സോണാണ്. എന്തായാലും മണ്ടത്തരമാണ് കേട്ടോ ഇത്. ഇവരൊക്കെ മറ്റേ വേറെ വഴി കൂടെയാണ് പോണത്. മാപ്പിനെ വിശ്വസിച്ചൊന്നും വരരുതേ. അടുത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒടിയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇനി വന്ന വഴി തിരിച്ചു പോകാൻ എനിക്ക് ദേഷ്യം വരുന്നു. ഇത് അത്രയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല. കൂട്ടത്തിന് ആളുണ്ടെങ്കിലും നല്ലതല്ല ഇതുവഴി കൂടെ വരണത്. ഇതുവഴിയാണ് ഞാൻ വന്നത്. എന്തോ ടയർ പഞ്ചറായ പോലെയൊക്കെ തോന്നണല്ലോ. കാറ്റ് കുറവാണ് ഇവിടെ. ഇനി സമയം കുറവാണ്. ഇരുട്ടാറായി. കാടും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടും. അവിടെ പയ്യെ പോയാൽ മതി. സ്ഥലമൊക്കെ സീന്. എൻ്റെ അമ്മ ഒരു
പെണ്ണ അത് നടന്നു പോണ കേട്ടോ, പേടിയോ? സുമതി വല്ലതും ആണോ? ചാർജർ എടുത്തില്ല ഞാൻ ഗോപ്രോയുടെ, കാരണം ആവശ്യം വരുമല്ലെന്നാണ് തോന്നിയത്. പക്ഷേ സീന് എന്തായാലും ആൾക്കാരുണ്ട് ഇത് ഇവിടെ. കണ്ടോ പെട്ടെന്ന് ഇരുട്ടി. ഓ ഇവിടെയൊക്കെ വീടുണ്ട്. ഇത് തന്നെ നേരത്തെ കണ്ട വീട്. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. സുമതി വിളവ് ഫെയിൽഡ്. അവിടെ ആ മരം ഒടിഞ്ഞ്, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ആ മരം ഒടിഞ്ഞ് വീണ് കടന്നതുകൊണ്ട് എന്തോ എന്നോട് തിരിച്ചു പോകാൻ കാലം പറയുന്നത് പോലെ തോന്നുന്നു.